യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, പിതാമഹ, പല വിധത്തിലുള്ള ശാന്തിവാക്യങ്ങൾ പറഞ്ഞിട്ടും എൻ്റെ മനസ്സിന് കാര്യമായ ശാന്തി ലഭിക്കുന്നില്ല. ശരീരമാകെ ശരങ്ങൾ തറച്ച് മുറിപ്പെട്ട് കടുത്ത വ്രണങ്ങളോടുകൂടി അങ്ങയുടെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനം ലഭിക്കും? ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ദുര്യോധനൻ ഭാഗ്യവാനാണ്. അവൻ ഈ നിലയിൽ കിടക്കുന്ന അങ്ങയെ കാണുന്നില്ലല്ലോ. ഈയുള്ളവൻ മഹാപാപിയാണ്. അങ്ങയ്ക്ക് അന്തകനായത് ഞാനല്ലേ? അതുകൊണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. വിധി ഞങ്ങളെ പാപികളാക്കി തീർക്കുന്നു. ഈ പാപം തീർന്നെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഗുണം കിട്ടിയാനേ. അതുകൊണ്ട് അങ്ങയ്ക്ക് എന്നിലും പ്രിയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഉപദേശം നൽകിയാലും. ഭീഷ്മർ തുടർന്നു, അല്ലയോ ധർമ്മജ, നീ എന്താണ് വിചാരിക്കുന്നത്? പരതന്ത്രമായ ആത്മാവിനെയാണോ നീ ഹേതുവായി കരുതുന്നത്? നിന്റെ ആത്മാവ് സ്വതന്ത്രമല്ല. അത് ദൈവത്തെയും വിധിയെയും കാലത്തെയും ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിനെ നീ എങ്ങനെ കുറ്റപ്പെടുത്തും? അതിൻ്റെ പ്രവൃത്തി സൂക്ഷ്മമാണ്. അത് ഇന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയുന്നതല്ല. അതീന്ദ്രിയമാണ്. അതിനുദാഹരണമായി ഞാൻ ഒരു കഥ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഗൗതമി എന്നൊരു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ പുത്രൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. അർജുനൻ എന്നു പേരുള്ള ഒരു വേടൻ ഈ പാമ്പിനെ പിടിച്ചു കെട്ടി ഗൗതമിയുടെ മുന്നിൽ കൊണ്ടുവന്നു. വേടൻ പറഞ്ഞു, ഈ അധമനായ സർപ്പമാണ് അമ്മയുടെ മകനെ കടിച്ചു കൊന്നത്. ഭവതിയുടെ പുത്രനെ കൊന്നയാണ് ഈ പാപി ജീവിക്കാൻ പാടില്ല. അമ്മേ, പറയൂ, എങ്ങനെയാണ് ഇവനെ കൊല്ലേണ്ടത്? കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കിയാണോ, അതോ എരുതിയിലിട്ട് ദഹിപ്പിക്കണോ? അത്യന്തം പ്രാജ്ഞയായ ഗൗതമി പറഞ്ഞു, എടോ അർജുന, ഈ സർപ്പത്തെ കൊല്ലരുത്. ഇതിനെ കെട്ടഴിച്ചു വിടുക. വരേണ്ടത് വന്നു. ഈ സർപ്പത്തെ കൊന്നതുകൊണ്ട് എൻ്റെ പുത്രൻ ജീവിക്കുകയില്ല. പിന്നെ നീ എന്തിനതിനെ കൊന്ന് നിന്റെ പാപം വർദ്ധിപ്പിച്ച് ആത്മാവിന് ഭാരമേൽപ്പിക്കുന്നു? വ്യാധൻ പാമ്പിനെ മോചിപ്പിക്കുവാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, മനഃശാന്തിയെ കൊതിക്കുന്ന ജനങ്ങൾ എല്ലാം കാലക്കേട് കൊണ്ടുവന്ന് പറയുന്നു. എന്നാൽ പ്രായോഗിക മനുഷ്യൻ അതല്ല ചെയ്യുക. ഇത്തരക്കാരെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ കാച്ചിക്കളയും. ഗൗതമി മറുപടി പറഞ്ഞു, അല്ലയോ ലുബ്ധക, അതായത് വേട, എന്നെപ്പോലെയുള്ളവർ ഇത്തരം ദൗർഭാഗ്യത്തിൽ ദുഃഖിച്ചവരെയല്ല. എൻ്റെ മകൻ്റെ മരണം വിധി മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. എനിക്ക് സർപ്പത്തിനോട് കോപമില്ല. കോപം ദുഃഖത്തിലേ എത്തുകയുള്ളൂ. അതുകൊണ്ട് നീ ആ സർപ്പത്തെ വിട്ടയക്കുക. വേടൻ പിന്നെയും പലതും പറഞ്ഞ് പാമ്പിനെ കൊല്ലുവാനുള്ള അനുമതി ഗൗതമിയിൽ നിന്ന് വാങ്ങുവാൻ ശ്രമിച്ചു. എന്നാൽ മഹാശയയായ അവർ ശാന്തചിത്തയായി. പാമ്പിനെ വിട്ടയക്കുന്നതിന് ലുബ്ധകനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല ബലമുള്ള ചരട് കൊണ്ട് വിരിഞ്ഞു കിട്ടുന്ന മൂലം സർപ്പവേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അത് നെടുവീർപ്പ് കൊണ്ട് മനുഷ്യവാക്കിൽ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ അർജുന, ഞാൻ തെറ്റ് ചെയ്തുവെന്ന് പറയുന്നത് ബാലിശമാണ്. ഞാൻ കാര്യലാഭത്തിന് വേണ്ടിയോ കോപം മൂലമോ അവനെ കടിച്ചതല്ല. മൃത്യുവിൻ്റെ ആജ്ഞാപ്രകാരമാണ് ഞാൻ കുട്ടിയെ കടിച്ചത്. ഇതിൽ കുറ്റക്കാരൻ ഞാനല്ല, മൃത്യുവാണ്. വ്യാധൻ പറഞ്ഞു, എടോ സർപ്പമേ, നീ അന്യൻ്റെ പ്രേരണയ്ക്ക് വശംവദനായി അശുഭമായ കാര്യം ചെയ്തു. അതുകൊണ്ട് നീ ചെയ്ത തെറ്റ് ഒഴിവാക്കാവുന്നതല്ല. നീയും അതിൽ പങ്കാളിയല്ലേ? അതുകൊണ്ട് നീയും പാപി തന്നെ. സർപ്പം പറഞ്ഞു, ഞാനൊരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥ കുറ്റവാളി മൃത്യുവാണ്. വ്യാധൻ പറഞ്ഞു, നീ ഉപകരണമാണെങ്കിൽ തന്നെ നിന്റെ കടിയേറ്റാണ് കുട്ടി മരിച്ചത്. ഇപ്പോൾ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നോക്കുന്നു. അതെൻ്റെ തെറ്റല്ല, അതിന് ഹേതു ഞാനല്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കുറ്റം ചെയ്തവരുടെ സ്വഭാവമാണ്. നിന്നെ കൊല്ലാതെ വിടാൻ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. ഈ സമയത്ത് മൃത്യു എന്ന പ്രേരകൻ മനുഷ്യരൂപമെടുത്ത് അവരുടെ മുന്നിലെത്തി പറഞ്ഞു, അല്ലയോ പന്നകമേ, കുട്ടിയുടെ മരണത്തിന് കാരണം നീയല്ല, ഞാനുമല്ല. കാലത്തിൻ്റെ പ്രേരണയാൽ ഞാൻ നിന്നെ പ്രേരിപ്പിച്ച് കുട്ടിയെ കടിക്കുവാൻ വിട്ടതാണ്. ഞാൻ കാലത്തിൻ്റെ വശമുറത്തിയാണ്. കാലത്തിന് അതീതനത്തിനാണ് എൻ്റെ നില. ലോകം കാലാത്മകനാണെന്ന് നീ ധരിക്കുക. ഇതൊക്കെ നിനക്ക് മറുപുള്ളതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നിൽ കുറ്റം ആരോപിക്കുന്നത്? സർപ്പം പറഞ്ഞു, അല്ലയോ മൃത്യു, നീ ദോഷിയാണെന്നോ നിർദോഷിയാണെന്നോ ഞാൻ പറഞ്ഞില്ല. നീ എന്നെ പ്രേരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിൽ നിന്ന് ദോഷം നീങ്ങിക്കിട്ടണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. സർപ്പം അർജുനനോടായി പറഞ്ഞു, എടോ ലുബ്ധക, മൃത്യു പറഞ്ഞത് നീ കേട്ടില്ലേ? കുറ്റം ചെയ്യാത്തവനായി എന്നെ ഇങ്ങനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിക്കിടക്കുന്നത് നന്നതാണോ? എന്നെ പേടിപ്പിക്കാതിരിക്കുക. ലുബ്ധകൻ പറഞ്ഞു, ഞാൻ കേട്ടു. നീയും മൃത്യുവും ബാലനാശത്തിന് ഒരേപോലെ കാരണക്കാരനാണ്. ഹേതു ഒരിക്കലും ഹേതു അല്ലാതാകുകയില്ല. സാധുക്കളെ തപിപ്പിക്കുന്ന ദുഷ്ടനും ക്രൂരനുമായ മൃത്യുവിനെ ഞാൻ ധിക്കരിക്കുന്നു. പാപിയായി ഭവിച്ച നിന്നെ ഞാൻ വധിക്കും. മൃത്യു പറഞ്ഞു, ലോകത്തിൽ നടക്കുന്ന സകല ചേഷ്ടകൾക്കും സകല ചലനങ്ങൾക്കും പ്രേരകമായത് കാലമൊന്നു മാത്രമാണ്. ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരല്ല. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഒരാളെ കൊല്ലുവാനുള്ള കഴിവില്ല. ഉണ്ടെന്ന് തോന്നുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. കാലം കൽപ്പിക്കുന്ന പണികൾ ഓരോരുത്തരും ചെയ്യുകയാണ്.
ഇപ്രകാരം ലുബ്ധകനും മൃത്യുവും സർപ്പവും കൂടി ഒരു തീരുമാനത്തിലെത്തുമെന്നൊക്കെ വാക്തത്വം നടത്തിക്കൊണ്ടിരിക്കുന്നവടെ കാലം പ്രത്യക്ഷമായി. കാലം അവരോടെല്ലാവരോടുമായി പറഞ്ഞു, കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ കുറ്റക്കാരൻ ഞാനല്ല, മൃത്യുവോ സർപ്പവുമല്ല. പ്രാണികളുടെ നാശത്തിൽ നമ്മൾ ആരുമല്ല കുറ്റക്കാർ. ആ കുട്ടിയുടെ കർമ്മം മൂലം അവൻ അല്പായുസായി. അവൻ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി അങ്ങനെ ഒരു ദോഷം അവന് സംഭവിച്ചു. അവൻ എന്തു കർമ്മം ചെയ്തുവോ അതാണ് അവൻ്റെ നാശത്തെ ഉണ്ടാക്കിയത്. തണലും വെയിലും തമ്മിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന മാതിരി കർത്താവും കർമ്മവും തൻ്റെ പ്രവൃത്തിയും താനും എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം കൂടി അതുതന്നെയാണ്, അവൻ്റെ കർമ്മം തന്നെയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രാഹ്മണി പറഞ്ഞു, ലുബ്ധക, കാലം പറഞ്ഞത് നീ കേട്ടില്ലേ? സ്വന്തം കർമ്മം കൊണ്ട് തന്നെ ഈ ബാലം മരിക്കുവാൻ കാരണമായി. എൻ്റെ മകൻ പോകത്തക്ക ദുഷ്കർമ്മം ഞാനും ചെയ്തിരിക്കുന്നു. കാലനും മൃത്യുവും പൊയ്ക്കൊള്ളട്ടെ. പിടിച്ചു കെട്ടിയിരിക്കുന്ന സർപ്പത്തെ നീ അഴിച്ചുവിടുക. ഇത്രയും പറഞ്ഞിട്ട് യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഭവാനി ദുഃഖിക്കരുത്. ലോകം സ്വകർമ്മവശമാണ്. അവരവരുടെ കർമ്മത്തെ എല്ലാവരും പ്രാപിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിന് ഉത്തരവാദി നീയല്ല, ദുര്യോധനനുമല്ല. മന്നവന്മാരും ഒക്കെ ഭരിക്കുന്നതിനിടെയായ ഈ യുദ്ധം കാലത്താൽ കൃതമാണെന്ന് ധരിക്കുക. എങ്ങനെയുള്ള സ്ത്രീയിലും പുരുഷനിലുമാണ് പാത്മയായ ശ്രീദേവിയായ ഐശ്വര്യ ദേവത അധിവസിക്കുന്നതെന്ന് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ച യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു. ഒരു ദിവസം ദേവിയെ പ്രീതനായ ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ വെച്ച് മകരധ്വജന്റെ അടയാളമുള്ള ധ്വജത്തോടു കൂടിയവനെയാണ് പറയുന്നത്, അതായത് കാമദേവൻ. അതിൻ്റെ മാതാവായ രുക്മിണി ദേവി മഹാവിഷ്ണുവിൽ വിളങ്ങുന്ന ലക്ഷ്മി ദേവിയോട് ഐശ്വര്യ ദേവതയോട് ചോദിച്ചു, അല്ലയോ പത്മജയായ മഹാലക്ഷ്മി, നീ ഏതേത് ഭൂതങ്ങളെ ഭജിക്കുന്നു? ഏതേതിലാണ് ചേർന്നിരിക്കുന്നത്? നീ ഒഴിവാക്കുന്നത് എന്തൊക്കെയാണ്? 3 ലോകത്തിലെ അധിപനായ ദേവന്റെ കാന്തി എന്നോട് പറയൂ. രുക്മിണി ദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഇന്ദുമുഖിയായ ലക്ഷ്മി ദേവി ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ സുഭകനിലിരിക്കുന്നു, പ്രഗത്ഭനിലിരിക്കുന്നു, സമർത്ഥനായ നരനിലിരിക്കുന്നു, വേലയെടുക്കുന്നവനിലിരിക്കുന്നു, ക്രോധമില്ലാത്തവനിലിരിക്കുന്നു, ദേവന്മാരെ പൂജിക്കുന്നവനിലിരിക്കുന്നു, ജിതേന്ദ്രനിലിരിക്കുന്നു, സത്യവാനിലിരിക്കുന്നു. ഇങ്ങനെയുള്ളവരിലാണ് ഞാൻ അധിവസിക്കുന്നത്. ഞാൻ വേല ചെയ്യാത്തവനിൽ വാഴുകയില്ല, കൃതജ്ഞതയിൽ വാഴുകയില്ല, സ്വഭാവദോഷമുള്ളവനിൽ വാഴുകയില്ല, ക്രൂരവാക്ക് പറയുന്നവനിൽ വാഴുകയില്ല, ചതിയന്മാരിൽ വാഴുകയില്ല, ഗുരുദ്രോഹികളിൽ വാഴുകയില്ല, തൊട്ടതിനെയൊക്കെ കോപിക്കുന്നവരിലും ഞാൻ വാഴുകയില്ല, തനിക്ക് ശോഭമായ ഒരു ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവനിൽ ഞാൻ വാഴുകയില്ല, അല്പം നൽകിയാൽ സന്തോഷിക്കുന്ന അല്പന്മാരിലും ഞാൻ വസിക്കുന്നില്ല, തൻ്റെ ധർമ്മം തെറ്റാതെ അനുഷ്ഠിക്കുന്നവനിൽ ഞാൻ വാഴും, വൃദ്ധന്മാരെ സേവിക്കുന്നവനിൽ ഞാൻ വാഴും, ദാന്തിമാനിൽ, അതായത് അടക്കമുള്ളവർ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനിൽ ഞാൻ വാഴും, ക്ഷാന്തിമാനിൽ, അതായത് ക്ഷമയുള്ളവൻ സഹിഷ്ണുതയുള്ളവനിലും ഞാൻ വാഴും, ദാന്തിയും ക്ഷാന്തിയുമുള്ള സ്ത്രീ ജനങ്ങളിലും ഞാൻ വാഴുന്നതാണ്, സത്യസ്വഭാവമായും ആർജവുമുള്ളവരിൽ ഞാൻ വാഴും, ദേവന്മാരെയും ദേവിമാരെയും പൂജിക്കുന്ന ആർദ്രശീലകളായ സ്ത്രീകളിൽ ഞാൻ വാഴും, തൻ്റെ ഗൃഹത്തിലെ വസ്തുക്കൾ അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കാതെ ചിന്നിച്ചിതറിയിടുന്നവളിൽ ഞാൻ വസിക്കുകയില്ല, ഭർത്താവിനോട് എതിരായി സംസാരിക്കുന്നവളിൽ ഞാൻ വസിക്കുകയില്ല, അന്യരുടെ വീട്ടിൽ പോയി താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ ഞാൻ വസിക്കുകയില്ല, നാണം കെട്ട പെണ്ണുങ്ങളിൽ ഞാൻ വസിക്കുകയില്ല, പതിവ്രതയായ സ്ത്രീകളിൽ ഞാൻ വസിക്കും, ശുഭാംഗങ്ങളും ചമഞ്ഞൊരുങ്ങിയായി ഭംഗിയായി നടക്കുന്നവരിലും ഞാൻ വസിക്കുന്നതാണ്, സത്യവ്രതമാരിലും പ്രിയദർശിനിമാരിലും സൗഭാഗ്യ ഗുണങ്ങളിലുമായ സ്ത്രീകളിലും ഞാൻ വസിക്കും, പാപം ചെയ്യുന്നവരും വൃത്തികെട്ട് നടക്കുന്നവരും അന്യരെ നിന്ദിക്കുന്നവരും മനസ്സിന് കരുത്തില്ലാത്തവരും ശുണ്ഠിയെടുക്കുന്നവരും എപ്പോഴും ആലസ്യമായുള്ളവരും എപ്പോഴും നിദ്ര ചെയ്യുവാൻ ഇഷ്ടമുള്ളവരുമായ സ്ത്രീകളിലും ഞാൻ അധിവസിക്കുകയില്ല. ഇതേപോലെ തന്നെ പുരുഷന്മാരിലും, സ്വാധ്യാത്മനമായ ബ്രാഹ്മണരിലും ധർമ്മിഷ്ഠനായ ക്ഷത്രിയനിലും കൃഷിയിലേർപ്പെടുന്ന വൈശ്യനിലും എന്നും ശുശ്രൂഷിക്കുന്ന ശൂദ്രനിലും ഞാൻ അധിവസിക്കുന്നു. നാരായണനിൽ ഞാൻ ഹൃദയം ഒന്നായി ശരീരമായി സർവഭാവത്താലും അനുരൂപമായി വസിക്കുന്നു. അവനിലാണ് ധർമ്മം പൂർണ്ണമായി നിൽക്കുന്നത്. ഞാൻ ഒരിടത്തെ സാക്ഷാൽ രൂപത്തിൽ ഇരിക്കുകയില്ല. ഞാൻ ഭാവത്തോട് അധിവസിക്കുന്ന പുരുഷൻ ധർമ്മത്തിൽ ഉന്നതിയെ പ്രാപിക്കും, കീർത്തിമാനാകും, സമ്പന്നനാകും, മറ്റുള്ളവർക്ക് കാമ്യനാകും. യുധിഷ്ഠിര, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വാക്കുകളിൽ നിന്ന് ആവശ്യപ്പെട്ട വിവരം ലഭിച്ചല്ലോ. എപ്പോഴും അത് ശ്രദ്ധയിൽ വെച്ച് പ്രവർത്തിക്കുക. നിനക്ക് ലക്ഷ്മി ദേവിയുടെ അളവറ്റ കടാക്ഷമുണ്ടാകും. യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു, ആചാര്യ, ലോകത്ത് ഏക ദൈവം ആരാണ്? ഏക അവലംബനം ആരാണ്? ആരെ സ്തുതിച്ച് ആരെ അർച്ചിച്ചാൽ മനുഷ്യൻ സുഖം നേടും? എന്ത് ജപിച്ചാലാണ് ഒരു ജീവിക്ക് സംസാരബന്ധത്തിൽ നിന്ന് മുക്തി ലഭിക്കുക? ഭീഷ്മർ പറഞ്ഞു, ജഗത്തിൻ്റെ ഈശ്വരനും ദേവന്മാരുടെ ദേവനുമായ പുരുഷോത്തമനെ 1000 നാമത്തിൽ വാഴ്ത്തുന്ന പുരുഷൻ സംസാര സാഗരത്തിൽ നിന്ന് കരകയറുന്നതാണ്. പുരുഷനും അവ്യനുമായ അവനെ ഭക്തിയോട് അർച്ചിച്ചാൽ, ധ്യാനിച്ച് സ്തുതിച്ച് കുമ്പിട്ട് അവനെ ജപിച്ചാൽ
ലോകാധ്യക്ഷനും അനന്താദ്യനും സർവലോകമഹേശ്വരനുമായ ദേവനെ മഹാവിഷ്ണുവിനെ വാഴ്ത്തിയ ഒരുവൻ്റെ എല്ലാ ദുഃഖങ്ങളും നീങ്ങുന്നതാണ്. വിഷ്ണുവിൻ്റെ സഹസ്രനാമം പാപപരിഹാരവും ഭയപരിഹാരവുമാണ്. ഈ മഹാത്മാവിൻ്റെ നാമങ്ങൾ പ്രസിദ്ധി പ്രാപിച്ചവയാണ്. ഋഷിമാർ പാടുന്ന ആ നാമങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തുടർന്ന് മഹാത്മാവായ ഹൃഷികേശൻ്റെ ദിവ്യമായ 1000 നാമങ്ങളും ഭീഷ്മർ പറഞ്ഞുകൊടുത്തു. അദ്ദേഹം തുടർന്നു. ഭീഷ്മർ അത് പറഞ്ഞുകൊടുത്തു. തുടർന്ന് മഹാത്മാവായ ഹൃഷികേശൻ്റെ ദിവ്യമായ 1000 നാമങ്ങളാണ് പറഞ്ഞത്. നിത്യവും ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവൻ ആത്മസുഖവും ശാന്തിയും നേടും. യുധിഷ്ഠിര, ഭഗവാനായ വിഷ്ണുവിൻ്റെ ആ സ്തവം വ്യാസനാൽ കീർത്തിപ്പെട്ടതാണ്. ശ്രേയസ്സും സുഖങ്ങളും ഇച്ഛിക്കുന്ന പുരുഷൻ അത് പഠിക്കേണ്ടതാണ്. വിശ്വേശ്വരനും അജനും ജഗത് സൃഷ്ടിയേശ്വരനുമായ പുഷ്പകൈഷമനെ സേവിക്കുന്നവൻ ഒരു കാലത്തും എവിടെയും പരാജിതനാവുകയില്ല. ഇതോടുകൂടി മഹാഭാരതം ശാന്തിപർവവും സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം അനുശാസന പർവമാണ്. തുടരും.